കാലം തുടങ്ങി എനിക്ക് പാട്ടിനോട് താല്പര്യമുണ്ട്. കാരണം എൻ്റെ അമ്മ ഒരു മ്യൂസീഷ്യനാണ്, അച്ഛൻ പിന്നെ സിനിമകളിലായിരുന്നു. അപ്പോൾ വളരെ മ്യൂസിക്കലായിട്ടുള്ളൊരു ഫാമിലിയിലേക്കാണ് ഞാൻ ജനിച്ച് വീഴുന്നത്. അപ്പോൾ ഡാഡിക്കുള്ള ആഗ്രഹം തന്നെ ഒരു പെൺകുട്ടി ഉണ്ടാവണം, ആ പെൺകുട്ടി പാടണം എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന അത്രയും പ്രാർത്ഥന ദൈവം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെൺകുട്ടിയായി പാടാനും തുടങ്ങി. പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി പാട്ട് തന്നെ പാടില്ല. അപ്പോൾ എപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഇൻബോൺ. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ മ്യൂസിഷ്യൻ ആൻഡ് ഐ എം ഹാപ്പി ഐ എം ഓൺ ദ റൈറ്റ് പാത്ത് സോ ഫാർ. ആരും എന്നെ ഒന്നിനും ഇതുവരെ ജീവിതത്തിൽ നിർബന്ധിച്ചിട്ടില്ല, ഒന്നിനും. മൈ പേരൻസ് ആർ ടു പീപ്പിൾ ഹു ഡോണ്ട് ഫോഴ്സ് മീ ഫോർ എനിത്തിങ്. പക്ഷേ ഈ ഒരു അവർക്ക് ഈ എന്താ പറയുക, അവർ ആഗ്രഹിച്ചതും അത് തന്നെ. ഞാൻ വളർന്നതും ഒരു മ്യൂസിഷ്യനായി. അമ്മ പാടുന്നത് കേട്ട് അപ്പോൾ എനിക്കും പാട്ട് പാടണം. ചെറുപ്പം തുടങ്ങി, 4 വയസ്സ് മുതൽ അമ്മയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യം നമ്മൾ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻട്രൻസ് എഴുതണം, അപ്പോൾ എനിക്കും എൻട്രൻസ് എഴുതണം. അപ്പോൾ ഞാനും എഴുതി എന്നല്ലാണ്ട് ആ എൻട്രൻസ് എഴുതുന്നതിന് ഒരു 6 മാസം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത്, 12th പഠിക്കുമ്പോൾ. സോ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഐ ക്യാൻ ബിക്കം എ സിംഗർ എന്നുള്ള രീതിയിൽ. ബട്ട് എന്നെങ്കിലും അവിടെ എത്തും എന്നറിയായിരുന്നു. ബട്ട് ഇത്രയും പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എൻട്രി ഇൻ ടു മൂവീസ് എന്ന് പറയുന്നത് പെട്ടെന്നായിപ്പോയി. ഞാൻ 12th പഠിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം വന്നു, അത് പാടാൻ പോയി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ലക്കിയസ്റ്റ് സോങ്സ് ദാറ്റ് ഐ എവർ ഗോട്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് കെ.എസ്. ചിത്രയാണ്. ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ് ആയിരുന്നു അത്, മേലെ വരത്തെ മാലാഖ കുട്ടികൾ എന്ന് പറയുന്ന സിനിമയിൽ. സോ ഐ തിങ്ക് ഐ എം ബ്ലെസ്ഡ് ഇൻ എ ലോട്ട് ഓഫ് വേസ്. ഐ എം എ വെരി ലക്കി ഗേൾ ഇൻ ലൈഫ്. സോ നോ റിഗ്രറ്റ്സ്. ഞാൻ അതുപോലെ തന്നെ ഞാൻ എഴുതി, മെഡിസിൻ എഴുതി, എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു, പോയില്ല, അത് വിട്ട് ഐ വാസ് സ്റ്റേയിങ്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഇത്ര ഹാപ്പി ആവുമായിരുന്നു. ലൈഫ് തന്നെ വേറെ ആയേനെ ഇഫ് ഐ വാസ് എ ഡോക്ടർ. സോ ഐ കോൺ ആസ്ക് ഫോർ മോർ. എനിക്ക് ഫെയിം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെയൊന്നും നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. എവ്രി വൺസ് ഡൂയിങ് ദിസ് ഫോർ ഫെയിം ആൻഡ് യു വാണ്ട് ടു ബിക്കം സമ്മൺ ബിഗ്. എല്ലാവരും ambitious ആണ് ലൈഫിൽ. ഇറ്റ്സ് ദ സെയിം വേ ഈവൻ ഐ എം ambitious. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ് ഓൺ മൈ ഓൺ പേസ്. പെട്ടെന്ന് ഒരു ദിവസം പൊങ്ങി താഴ്ന്നേക്കാളും ഭേദം ഐ ലൈക്ക് ടു ഗോ ഇൻ മൈ ഓൺ പേസ്. പ്ലസ് എനിക്കിഷ്ടമുള്ള പാട്ടുകൾ. ഇപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചെയ്യാനും അതിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് കുറച്ച് സമയം എനിക്ക് ചിലവഴിക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം എടുക്കുകയാണ്. സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക്. ദാറ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു മ്യൂസിക് ദാറ്റ് ഐ കുഡ് പ്രോബബ്ലി ഹോൾഡ് ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് പീപ്പിൾ വുഡ് നോ ദ ഫീൽ ഓഫ് ഇറ്റ് വെൻ ദേ ഗെറ്റ് ഇറ്റ്. അങ്ങനെ. സോ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. No, I used to dance a lot. എനിക്ക് തോന്നുന്നത് പാട്ടും ഡാൻസും വെൻറ്റ് ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പാട്ടിലേക്ക് ഡാഡി അങ്ങനെ സിനിമ എന്നുള്ള രീതിയിലേക്ക് തിരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഡാൻസറൊക്കെ ആയേനെ. ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. ലൈക്ക് ഐ കാൻ സ്റ്റോപ്പ് മൂവിങ് അതേപോലെ. ബട്ട് പാട്ട് ഇസ് ഫൈൻ. പാട്ട് ഗിവ്സ് മീ എ വോയിഡ് ടു ഡാൻസ്, ടു ഡു മൈ വീഡിയോസ്. സോ മ്യൂസിക് ഫോർ മീ ഇസ് ഇൻ്റർനാഷണൽ. ഇറ്റ് ജസ്റ്റ് കവേഴ്സ് എവറിത്തിങ് ദാറ്റ് ഐ വോണ്ട് ടു. അഭിനേത്രി എന്ന നിലയിൽ പേരെടുത്തിട്ടില്ല, അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് പേരെടുത്തിട്ടില്ല. കാരണം പേരെടുക്കാനും മാത്രമുള്ളൊരു കഥാപാത്രമൊന്നും ഞാൻ ഈ പറഞ്ഞ 2 സിനിമകളിലും ചെയ്തില്ല. പക്ഷേ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് കരിയറിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന നേരത്ത് എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് ഒരു സിനിമ എനിക്ക് ദൈവം ആ നേരത്ത്, നമുക്കൊരു സഞ്ചിയായിട്ട് നമ്മൾ ഈ ജീവിതമാകുന്ന യാത്രയിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് തന്നൊരു ബമ്പർ ടിക്കറ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിലുള്ള പാട്ടുകളും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിൽ ആ ഒറ്റ പാട്ട് ശരിക്കും പറഞ്ഞാൽ 2.5 കൊല്ലം ഒരു ഗാനമേളയിൽ പാടാനായിട്ട് എനിക്കൊരു പാട്ടിന് കിട്ടി. ഒരുപാട് പേര് വിമർശിക്കുന്ന ഒരു പാട്ടായിരിക്കാം. മസ്റ്റ് നോട്ട് ബി മൈ പേഴ്സണൽ ഫേവറേറ്റ് ആസ് വെൽ ആസ് എ മ്യൂസിഷ്യൻ. ബട്ട് ദാറ്റ് സോങ് ഗേവ് മീ എ ലൈഫ് ഫോർ 2.5 years. സോ ഐ എം എ പേഴ്സൺ. ഇപ്പോൾ ഒരുപാട് ചെറുപ്പത്തിലുള്ള പോലെയല്ല, ഇപ്പോൾ കൗണ്ട് എ ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൊഫഷനായിട്ടോ ഒരു അഭിനയിക്കാൻ ആഗ്രഹമൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും നല്ല നല്ല റോൾസ് തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള നൈസ് റോൾസ് വിച്ച് പീപ്പിൾ തിങ്ക് ഐ ക്യാൻ ആക്ട് എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു വിശ്വാസം പോരാ, എനിക്കൊരു കോൺഫിഡൻസ് പോരാ അത് ചെയ്യാൻ പറ്റും. നല്ലോണം നല്ല ഭംഗിയുള്ള കുട്ടികൾ, അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ, ആഗ്രഹമുള്ള കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ അവരെ അഭിനയിക്കട്ടെ. എനിക്ക് വേറൊരു ജോലി ഉണ്ടല്ലോ, ഞാനൊരു പാട്ടുകാരിയാണല്ലോ, ഞാൻ ആ വഴി പോയിക്കോളാം. സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നൊരു സംഭവം ഡിഫറെൻ്റ് ആണ്. എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ചെയ്യാമായിരിക്കും. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മുഖത്തറിയും. എനിക്ക് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം പെട്ടെന്ന് വന്നു പോകുന്ന ആളാണ്. എനിക്ക് ഡിസ്പ്ലീസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് എൻ്റെ മുഖത്ത് കാണും. സോ എന്തിനാ ഇപ്പോൾ എല്ലാവരുടെ നല്ലൊരു സ്നേഹത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? വെറുതെ ആൾക്കാരെ ഉറപ്പിക്കാൻ നടക്കണ്ടല്ലോ. ഐ എം ഹാപ്പി ആസ് എ സിംഗർ.
ഞാനൊരു ആക്ടിംഗ് ഒന്നും അത് ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല ആ സിനിമയിൽ. അങ്ങനെ ആക്ട് ചെയ്ത് ഫലിപ്പിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് വാസ് എ വെരി റൂഡ് ഗേൾ ഇൻ ദ മൂവി. റെഡ് ചില്ലീസിൽ ഐ വാസ് എ വെരി റൂഡ് ഗേൾ. അങ്ങനെ കുറേ ഇങ്ങനെ ഒരു ടു ഔട്ട് ഗോയിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് അതിൽ തന്നത്. സോ ഐ ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ടു ഡു മച്ച്. എനിക്കൊരു നല്ല കാർ ഓടിക്കാൻ കിട്ടി, വിച്ച് ഇസ് ദ ബെസ്റ്റ് പാർട്ട് ഇൻ ദ മൂവി. ആൻഡ് ഐ ഗോട്ട് ടു ആക്ട് വിത്ത് ഓൾ ദ പീപ്പിൾ. ലൈക്ക് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ, ഒരു മോഹൻലാൽ സിനിമ അല്ലെങ്കിൽ അത്രയും ഒരു വലിയ ബിഗ് ബാനർ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ കൂടെ എല്ലാം അഭിനയിക്കാനായിട്ട് എനിക്കൊരു ചാൻസ് ദൈവം തന്നു. ഐ എം സോ ലക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പടം ചെയ്തിട്ടുള്ളൂ. ഒന്ന് ലാലേട്ടൻ്റെ കൂടെയും ഒന്ന് മമ്മൂക്കാൻ്റെ കൂടെയും. മതി, ഐ എം വെരി ഹാപ്പി. എനിക്ക് കൂടുതലൊന്നും വേണ്ട ആക്ടിങ് എന്നുള്ള രീതിയിൽ. ഐ ഡോണ്ട് നോ, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇനിയും വേണ്ടല്ലോ, നമുക്ക് പാട്ട് പാടാനായിട്ട് ഇഷ്ടംമാതിരി സമയമില്ലാണ്ടിരിക്കുക. ഞാൻ പാട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഐ തിങ്ക് പാട്ട് മതി. അഭിനയം വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല. ഇപ്പം നല്ലൊരു റോൾ വരികയാണെങ്കിൽ നാളെ ഇപ്പോൾ അഭിനയിക്കാനാണ് എൻ്റെ തലയിൽ വിധിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും. ഞാൻ ഒന്നിനെ പറ്റി അങ്ങനെയൊന്നും ഭയങ്കര ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടൊന്നും ഐ എം നോട്ട് തിങ്കിങ്. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ ഗോ വിത്ത് ദ ഫ്ലോ. യു നെവർ നോ വാട്ട് ഹാപ്പൻസ്. എനിക്കൊരിക്കലും ഇങ്ങോട്ട് വന്ന ചാൻസസ് കുറേ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂജ് വൺസ്. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചാടി വീഴുമായിരുന്നു. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ശരിക്കും താല്പര്യമില്ല. ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ ക്യാമറയുടെ മുമ്പിൽ. ഇപ്പോൾ ഞാൻ നോർമലി സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ പുൾ ഓഫ് ആക്ടിങ്. ഐ ബേസിക്കലി തിങ്ക് മൈ സെൽഫ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വിചാരിക്കും ഭയങ്കര ഡ്രമാറ്റിക് ആണ്, നല്ല എക്സ്പ്രസീവ് ആണ്, അത് കാരണം നന്നായിട്ട് ചെയ്യാൻ കഴിയുമായിരിക്കും എന്ന് അവർക്ക് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കംഫർട്ടബിൾ ആയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ. ഒരിക്കലും ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ജോലിയാണ്. തോമസ് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഡാഡിയുടെ ഇളയപ്പനായിരുന്നു. സോ ഞങ്ങൾ മൂന്നാമത്തെ തലമുറയാണ് ഞാൻ സിനിമയിൽ. സിനിമയെക്കുറിച്ച് വേറെ ആര് പറയുമ്പോഴും ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യമാണ്, സിനിമയെ പോലെ ഇത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇല്ല. പെണ്ണുങ്ങൾക്ക് ഇത്രയും ഒരു ഇപ്പോൾ വല്ല വഴിക്കും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും ആ വഴിക്ക് പോവാം. There's a code of conduct, there's a discipline that you have to follow no matter where you're working, which field. അത് സിനിമയിൽ വന്നുകൊണ്ട് മോശമാവണമെന്ന് അങ്ങനെ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എസ്പെഷ്യലി പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്. ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ വിചാരിക്കുന്നത് പോലും ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റുപ്പിഡ്. ബിക്കോസ് ഇത്രയും ആൾക്കാരുള്ള ഒരു സെറ്റിൽ നമുക്ക് ഇത്രയും ബഹുമാനം കിട്ടും. നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു 10 പേര് ഓടി നടക്കുക. ഐ തിങ്ക് ഇറ്റ്സ് എൻ അമേസിങ് ഇൻഡസ്ട്രി. എത്ര കുടുംബങ്ങൾ അത് കാരണം കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ ലവ് ടു ബി പാർട്ട് ഓഫ് ഇൻഡസ്ട്രി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഡോക്ടറായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വേറൊരു ഡിഫറെൻറ്റ് ലോകമായേനെ. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഗോഡ് ബ്രോട്ട് മീ ഇൻ ദിസ്. ഒരുപാട് വലിയ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നു. ഇറ്റ്സ് അമേസിങ്. ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സെക്യൂർഡാണ് സിനിമ സെറ്റ്, ഷൂട്ടിംഗ്, whatever, everyone. ഞാൻ ചെറുപ്പം തുടങ്ങി ജനിച്ചു വളർന്നിരിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻസിലാണ്. സോ ദാറ്റ്സ് മൈ ഹോം ഓൾവേസ്.